ഞാൻ വിചാരിച്ച എൻ്റെ ഇവിടുന്ന് മൊത്തം ഒട്ടിഞ്ഞു പോയി നടക്കാം. കാരണം ഞാൻ പിന്നെ ഇടി കഴിഞ്ഞ അവിടെ സീറ്റ് ബെൽറ്റ് പോയി ഞാൻ താഴോട്ട് ഡോർ വന്ന് വീടുമായിരുന്നു. അവന് വീട് കഴിയുമ്പോൾ ഞാൻ എൻ്റെ കാലിനൊരു സ്വാധീനം ഇല്ലാതെ ഞാൻ വിചാരിച്ചത് മൊത്തത്തിൽ ഇവിടുന്ന് പോയത്. ലിബി അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കൈ വട്ടം ഒടിഞ്ഞു പോയി. പിന്നെ ലിബി കരച്ചായിരുന്നു, കാരണം എല്ലു പോയിട്ട് കുത്തുവല്ലേ സാറേ, വേദനയായിരുന്നു. അവന്റെ എന്താ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഞരമ്പിന് എല്ല് കൊണ്ടു. അപ്പൊ കൈ അതോടെ സർജറി ചെയ്യാൻ കാരണം അത് ഞരമ്പിന്റെ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇത് വന്നെന്നാ പറഞ്ഞത്. എങ്ങനെയാണെന്നുള്ള റിപ്പോർട്ടും സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഒബ്സർവേഷനാണ്. ഓക്കെ, അപ്പൊ അപകടം നടന്നത് ചെറിയൊരു അപകടം എന്നല്ല. വാഹനത്തിന്റെ ഫ്രണ്ട് പോർഷൻ മുഴുവനായിട്ട് ഞെളുങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഉള്ളിലോട്ട് അതിന്റെ ആഘാതം വന്നിട്ടില്ല. സഫാരി കാറിന്റെ ഒരു പ്രത്യേകതയാണത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. അതുകൊണ്ട് വലിയ രീതിയിൽ അകത്തേക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് പോലും ഇവർക്ക് ഇത്ര അധികം അപകടം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. കൈ പൊട്ടി, ഞാൻ പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല. അങ്ങനെ വലിയ രീതിയിലുള്ള അപകടം പറ്റി മറ്റേ വാഹനത്തിലുള്ള ആളുകൾക്ക് ചെറിയ ചെറിയ പരിക്കുകളേ ഉള്ളൂ. ആ വാഹനം കണ്ടാൽ തന്നെ അറിയാം, അത്ര വലിയ കാര്യമായിട്ടുള്ളൊന്നും സംഭവിച്ചിട്ടില്ല. പല ആളുകളും പല നുണകളും പ്രചരിപ്പിക്കുന്നു. ഇന്നലെ തന്നെ ന്യൂസ് ചാനലുകൾ 24 ന്യൂസ് ഒക്കെ വളരെ വലിയ നുണകളാണ് പ്രചരിപ്പിച്ചത്. ഉറങ്ങി പോയതിന്റെ ഭാഗമായിട്ട് വണ്ടി ഇടിച്ചു എന്നുള്ളതാണ് അവർ പറയുന്ന നുണകൾ. പക്ഷേ ആ വാഹനം തെന്നിപ്പോയതാണ്. ഒരു നായ മുന്നിലോട്ട് ചാടി എന്ന് ദൃക്സാക്ഷി പറയുന്നത്. ബ്രേക്ക് ചെയ്തപ്പോൾ തെന്നിപ്പോയി, മഴ പെയ്ത സമയമാണ്, വാഹനം അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ്. എന്തോ ഭാഗ്യം കൊണ്ട് അവരുടെ ആ ഒരു കുഞ്ഞിന് ഒന്നും സംഭവിച്ചില്ല. ദൈവാധീനം. ഈ വാർത്ത രാവിലെയാണ് ഞാൻ ഇവരുടെ വീഡിയോ കാണുന്നത്. അതായത് ഇവര് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിന്റെ ഒരു വിശദീകരണം വിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ ഒരു തെറ്റ് വാർത്ത ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാനതിനെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിന്റെ അപ്ഡേഷൻ ചെയ്യുക എന്നുള്ളത് എന്റെ കടമയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അവർ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് കേൾക്കാം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലാണ്. നിങ്ങളെ ന്യൂസ് കണ്ടു കാണും. നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആയത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. വണ്ടി ചവിട്ടിപ്പം കിട്ടിയില്ല, നല്ല മഴയായിരുന്നു, വണ്ടി തെന്നിപ്പോയി. വലിയ സ്പീഡൊന്നുമില്ല. ഞാൻ അതുകൊണ്ടാണ് കന്യാകുമാരി പോകാതെ നാട്ടിലേക്ക് തിരിച്ചു പോയത്. കാരണം ഞങ്ങൾ വിയറ്റ്നാമിൽ പോകാൻ വേണ്ടി ഉള്ള പ്ലാനായിരുന്നു 6-ാം തീയതി. അപ്പോൾ അതിന് മുമ്പ് കോയമ്പത്തൂർ പരിപാടി ഉണ്ട്, അതിന് പോകണമെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോഴാണ് യാദൃശ്യമായിട്ട് ഈ അപകടം ഉണ്ടായത്. അപ്പം ലിബിൻ്റെ കൈ ഒടിഞ്ഞു. അവന് ഓപ്പറേഷൻ ഡ്യൂട്ടിയിലായിരുന്നു. ഇപ്പോൾ അവനെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവനെ ICUലേക്ക് മാറ്റുന്നുണ്ട്. പപ്പയുടെ ബേക്കറിൽ ചെറിയൊരു ഇതുണ്ട്. പപ്പ ഇപ്പം ICUയുടെ നിരീക്ഷണത്തിലാണ്. എൻ്റെ ഈ ഒരു കാലിൽ ഇത്രയും ഭാഗം അടിച്ചിട്ട് ഭയങ്കര പെയിനാണ്. അപ്പം റിപ്പോർട്ടുകൾ സംഭവമൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളെല്ലാം റൂമിലേക്ക് മാറ്റി. എന്നെ അമ്മേനെ ഒരു റൂമിലേക്ക് മാറ്റി. മൈക്കിളിന് ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും പറ്റില്ല. അമ്മയ്ക്കും വലിയ കാര്യമില്ല, പക്ഷെ പല്ല് പോയി എന്ന് പറയുന്നുണ്ട്. പിന്നെ കാല് ചെറുതായിട്ട് വേദന ഉണ്ട് പറയുന്നുണ്ട്. ലിബിയുടെ കൈയാണ് ഒടിഞ്ഞത്. അച്ഛൻ്റെ കഴുത്തിൻ്റെ പിറകിൽ ചെറിയ പ്രശ്നം പറ്റിയിട്ട് ICUയിലാണ് അദ്ദേഹം. ഇപ്പോൾ ഒബ്സർവേഷനിലാണ്. എന്താ എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അവർ 2 ദിവസം മുമ്പ് ഇട്ടൊരു വീഡിയോയിൽ ഉറക്കത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സംഭവം ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് 24 എന്ന ന്യൂസ് ചാനലിലൂടെയാണ് അവർ അത് നുണയായിട്ട് പ്രചരിപ്പിച്ചെന്നുള്ളത്. ഉറങ്ങി വാഹനം ഇടിച്ചു എന്ന രീതിയിൽ. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം 24 കൊടുത്ത ഒരു അവാർഡ് ഇവർ കേരളം കത്തുന്നു എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? കേരളം കത്തും അല്ലെങ്കിൽ ഞങ്ങൾ കത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ടെമ്പോ ട്രാവലർ പിടിച്ച സമയത്ത് ഇവർ പറഞ്ഞൊരു ഡയലോഗാണ്. ആ ഒരു സമയത്ത് 24 ഏറ്റവും കൂടുതൽ ഹണ്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് 24 കൊടുത്ത ആ ഒരു ഇൻഫ്ലുവൻസേഴ്സിന്റെ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവാർഡ് തിരിച്ചു കൊടുത്തതിന്റെ ഭാഗമായിട്ടുള്ള വിദ്വേഷത്തിന്റെ പുറത്താണ് 24 അങ്ങനെ ചെയ്തത്. 24 പല ആളുകളും ഈ കമന്റിൽ ഒന്ന് പറയുന്നുണ്ട് അവരൊരിക്കലും വിശ്വസിക്കരുത് എന്നുള്ളത്. പലപ്പോഴും അവരുടെ ചില വാർത്തകൾ കേട്ടിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യാറ്. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ ഒരു കൃത്യത മനസ്സിലാവുന്നത്. അത് നുണയായിരുന്നു എന്നുള്ള കാര്യം. ഓക്കെ, ഇപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ജീവഹാനി ഒന്നും സംഭവിക്കാതിരുന്നതിനെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഒരു ചെറിയ കഷ്ണം കൂടി ഉണ്ടെന്ന് കാണാം. ഇങ്ങനെ ആദ്യമായിട്ടാണ് നമുക്കൊരു ആക്സിഡന്റ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഫാമിലി ആയിട്ട് പോയപ്പോൾ എന്തോ ദൈവാനുഗ്രഹം ഉണ്ട്. മമ്മിയുടെ ചുണ്ടിനാണ് പറ്റിയത്. മമ്മിക്ക് ചുണ്ടിനും പിന്നെ എവിടെയാണ് പറ്റിയത്? മമ്മിയുടെ ഒരു പല്ല് പോയിട്ടോ. മമ്മിയുടെ ഒരു പല്ലും പോയി ചുണ്ടിനും പ്രശ്നം പറ്റി. അമ്മയുടെ ആദ്യം ഇപ്പൊ എല്ലാവരും ഉള്ളത് ഇതേതാ ഹോസ്പിറ്റൽ സാറേ? അൽഷിഫ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. വണ്ടിയുടെ കാര്യം മൊത്തം തീരുമാനമായിപ്പോട്ടോ. വണ്ടിയുടെ ഒന്നുമില്ല, വണ്ടിയുടെ ഫ്രണ്ടൊക്കെ പോയി. വണ്ടിയുടെ കാര്യം തീരുമാനമായിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം ആളുകൾക്ക് അപകടം വലിയ രീതിയിൽ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ് അല്ലേ? വണ്ടി പോയത് വീണ്ടും എടുക്കുക, കയ്യിൽ പൈസ ഉണ്ട് അല്ലേ, പണം ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ട്. അതുകൊണ്ട് വാഹനം കേടുവന്നാലൊക്കെ നേരാക്കി എടുക്കാം. ജീവൻ പോയാൽ തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ വണ്ടിയെ നമിക്കണം. അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് പോലും വലിയ രീതിയിൽ അകത്തേക്ക് ആഘാതം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. വേറെ വല്ല സ്വിഫ്റ്റ് കാറോ ബലേനോ കാറൊക്കെ ആണെങ്കിൽ എന്താ അവസ്ഥ? തകർന്നില്ലാണ്ടാവും അല്ലേ? അതാണ് ബിൽഡ് ക്വാളിറ്റി. അത് വലിയൊരു ഭാഗ്യമാണ്.
അമ്മയുടെ പല്ല് പോയി എന്നാണ് പറയുന്നത്. അവർക്ക് തന്നെ സങ്കടമുണ്ട്, മുഖത്ത് കാണാനുണ്ട്, വിഷമമുണ്ട്, വേദനയുണ്ട്, എല്ലാം ഉണ്ട്. വീഡിയോ പറയുമ്പോൾ പോലും ആള് അങ്ങോട്ടും ഇങ്ങോട്ടും ഞെരുങ്ങിക്കൊണ്ട് അങ്ങനെ ആ ഒരു വിഷമം അടക്കി പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാണ് സീറ്റ് ബെൽറ്റിന്റെ വില എന്നാന്നുള്ളത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി. ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാം സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ആഘാതമായിരുന്നു അല്ലേ. സീറ്റ് ബെൽറ്റ് ഇല്ലായിരുന്നെങ്കിൽ പണി വാങ്ങിപ്പോനെ. പിന്നെ ആ വണ്ടിയുടെ ടക്കി അല്ലേ സാറേ, അല്ലേ ആ വണ്ടിയുടെ ആ ഒരു ഇതും മൊത്തം വണ്ടി താങ്ങി കേട്ടോ. അതൊരു ദൈവാനുഗ്രഹമായിരുന്നു. ഓക്കെ, പറഞ്ഞ സാധനം തന്നെ. സീറ്റ് ബെൽറ്റിന്റെ ഗുണം മനസ്സിലായത് ഇന്നാണ്. ഇതൊരു നല്ല പരസ്യം കൂടിയാണ്. സീറ്റ് ബെൽറ്റ് ഇടാതെ ആരും യാത്ര ചെയ്യരുത്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് പോലും ഇത്ര അധികം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഡ്രൈവ് ചെയ്തിരുന്ന ആളുടെ കൈ ഒടിഞ്ഞു പോയി. പിന്നെ ഫ്രണ്ടിൽ ഇരുന്നിരുന്ന അച്ഛന്റെ കഴുത്തിന് വലിയ രീതിയിലുള്ള പരിക്കുണ്ട്. പിന്നെ ഇപ്പൊ വീഡിയോ പറയുന്ന ആളുടെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് പോലും ആ ഡോറ് തുറന്ന് തെറിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായി എന്ന് പറയുന്ന ആള്. കാലിന്റെ സൈഡൊക്കെ നല്ല വേദന ഉണ്ട്. ഇനിയിപ്പോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഉറക്കം വരികയാണെങ്കിൽ വാഹനം നിർത്തിയിട്ട് ഉറങ്ങിയതിന് ശേഷം മാത്രം വാഹനം ഓടിക്കുക. പിന്നെ പണമുണ്ടെങ്കിൽ ഒരു വാടകയ്ക്ക് അല്ലെങ്കിൽ ഒരു ഡെയിലി റെന്റിൽ ഏതെങ്കിലും റൂമിൽ നിന്ന് കിടന്നുറങ്ങേണ്ടി വരിക. എന്നതിന് ശേഷം രാവിലെ വലിയ അത്യാവശ്യം ഒന്നും ഉണ്ടാവില്ല. വലിയ അത്യാവശ്യം എന്ന് പറഞ്ഞ സാധനം ഇപ്പം എന്താണ്, ഒരു ആശുപത്രി കേസ്, എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പോവുകയാണെങ്കിലൊക്കെയാണ് ഒരു അടിയന്തരമായിട്ടുള്ള ഒരു പോക്കായിട്ട് നമ്മൾ കാണാവുന്നതുള്ളൂ. പിന്നെ പ്രസവ കാര്യങ്ങളൊക്കെ. അല്ലാത്ത പക്ഷം ഇതൊന്നും വലിയ അടിയന്തരമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവരുടെ കാര്യത്തിൽ അങ്ങനെ ഉറങ്ങി പോയതല്ല എന്ന് ദൃക്സാക്ഷികളും പറയുന്നു, അവരും പറയുന്നുണ്ട്. അപ്പം നുണകൾ പ്രചരിപ്പിക്കുന്ന ആ ഒരു പരിപാടി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും 24 പോലെയുള്ള ചാനലുകൾക്ക് എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട്